ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പം നമ്മുടെ വാട്സാപ്പ് ഇൻബോക്സുകളിലേക്കൊക്കെ ഞാൻ ഈ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള അതേപോലത്തെ മെസ്സേജ്, ഒരു ലിങ്കോട് കൂടിയിട്ടുള്ള മെസ്സേജ് ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന, ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ വകയായിട്ട് ഫ്രീ ആയിട്ട് റീചാർജ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. എനിക്കറിയാം ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താ നോക്കാം, അതായത് ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ 2-3 ദിവസം മുമ്പാണ് എനിക്ക് ഒരു മെസ്സേജ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഫോർവേഡ് ചെയ്ത് തന്നത്. അപ്പോൾ ഇവൻ ഫോർവേഡ് ചെയ്ത് തന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനകത്തുള്ള ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഗൂഗിൾ എടുത്തതിന് ശേഷം വൈറസ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിനകത്ത് കയറി ഈ ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്തു, അങ്ങ് പേസ്റ്റ് ചെയ്തിട്ട് ചെക്ക് കൊടുത്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും അവിടെ കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. എല്ലാം ക്ലീൻ എന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ വൈറസ് ടോട്ടൽ എന്ന് നോക്കാം. ഈ വൈറസ് ടോട്ടൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൽ മാൽവെയർ അടങ്ങിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളിൽ മാൽവെയർ അടങ്ങിയിട്ടുണ്ടെങ്കിലോ, അത് അപ്ലോഡ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ നമ്മൾ ഫയലൊക്കെയാണ് ചെക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിലൂടെയോ, അല്ലെങ്കിൽ ഈ ലിങ്കുകളൊക്കെയാണ് ചെക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലിങ്കുകൾ പേസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനകത്ത് മാൽവെയർ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലിങ്കിന്റെ ഭാഗത്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പദ്ധതി ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എവിടെയും ഇത്തരത്തിൽ ഗവൺമെന്റ് നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത് എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ന്യൂസിലും പറഞ്ഞിട്ടില്ല, സോഷ്യൽ മീഡിയയിലും വന്നിട്ടില്ല. അപ്പൊ 100% ഈ ഒരു സംഗതി ഫേക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹാക്കർമാർ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബന്ധപ്പെട്ടതാണെന്നും പറയാം, ബന്ധപ്പെട്ടതല്ലാത്തതെന്നും പറയാം. അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, കമ്പ്യൂട്ടറും ലാപ്ടോപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഫേക്ക് ലിങ്കുകൾ ഹാക്കർമാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ വലിയ പ്രോ ലെവലിലുള്ള ഹാക്കർ ആവണം എന്നൊന്നുമില്ല. ചെറിയ 10-15 വയസ്സായ പിള്ളേർക്കടക്കം ഇങ്ങനെയുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു വീഡിയോക്കകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരുന്നില്ല. അതിന് ഓരോ കോഡുകളുണ്ട്. ആ കോഡുകളൊന്നും ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തിരുട്ടുപണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യതയും കൂടി നമുക്കാണ്. അപ്പം അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. കോഡുകളൊക്കെ ഞാൻ ചിലപ്പോൾ ബ്ലർ ചെയ്യും. എന്തായാലും നമുക്ക് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു സംഗതിയിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിൽ ഹാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടെർമിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, വളരെ ചുരുങ്ങിയ MB-ക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഗതി ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇത് സത്യം പറഞ്ഞ ടെർമിനലാണ്. ഇനി എന്താണ് ടെർമിനൽ എന്നൊന്നും ആരും ചോദിച്ചു വരരുത്. ഓക്കെ, അപ്പോ ഈ സംഗതി ഓപ്പൺ ചെയ്യാം, ടെർമിറ്റ്സ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ടെർമിറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹലോ ടെർമിറ്റ്സ് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഹലോ കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് പറയുന്നു, ഇതിനകത്തുള്ള കോഡുകളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ചില കോഡുകൾ കേട്ടോ, ചില കോഡുകളൊന്നും ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരില്ല, അത് ബ്ലർ ചെയ്യും. ഓക്കെ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എങ്ങാനും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ പറയുക ആരുടെയെങ്കിലും ഹാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഫോൺ ഹാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഹാക്കർമാർ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഈ ടെർമിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്.
ടൂള് നമ്മുടെ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ സംഭവങ്ങൾ, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇവിടെ ഒന്നാം സ്ഥാനത്ത് തന്നെ ഫേസ്ബുക്ക് കൊടുത്തിട്ടുണ്ട്, രണ്ടാം സ്ഥാനത്ത് ഇൻസ്റ്റാഗ്രാം, മൂന്നാം സ്ഥാനത്ത് ഗൂഗിള്, നാലാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റ്, അഞ്ചാം സ്ഥാനത്ത് നെറ്റ്ഫ്ലിക്സ്. ഇങ്ങനെയുള്ള ഏകദേശം 33 പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഈ ഒരു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യാനായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 കൊടുത്തിരിക്കുന്നത്. ഈ 0 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 2 അടിച്ചാൽ മതി. 2 അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എൻ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ ട്രഡീഷണൽ ലോഗിൻ പേജ്, പിന്നെ രണ്ടാമത്തേത് ഓട്ടോ ഫോളോവേഴ്സ് ലോഗിൻ പേജ്, മൂന്നാമത്തേത് 1000 ഫോളോവേഴ്സ് ലോഗിൻ പേജ്, നാലാമത്തേത് ബ്ലൂ ബാഡ്ജ് വെരിഫൈ ലോഗിൻ പേജ്. ഇവിടെയാണ് സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെ ചില വെബ്സൈറ്റുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫ്രീ ആയിട്ട് 500 ഫോളോവേഴ്സ് കിട്ടും, ഫ്രീ ആയിട്ട് 1000 ഫോളോവേഴ്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാരണവശാലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യരുത്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ആണല്ലോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ട്രഡീഷണൽ ലോഗിൻ പേജ്, ഓട്ടോ ഫോളോവേഴ്സ് ലോഗിൻ പേജ്, 1000 ഫോളോവേഴ്സ് ലോഗിൻ പേജ്, ബ്ലൂ ബാഡ്ജ് വെരിഫൈ ലോഗിൻ പേജ് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ട്രഡീഷണൽ ലോഗിൻ പേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ ലോഗിൻ പേജിന്റെ ഇപ്പുറത്തുള്ള നമ്പർ എന്താ? 1 അല്ലേ. അപ്പൊ 1 ഇവിടെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു കീ അമർത്തുന്നു, നമ്മുടെ കീബോർഡിനകത്തുള്ള കീ അമർത്തുന്നു. ഇവിടെ കണ്ടില്ലേ ടൂൾ വന്നിട്ടുണ്ട്. ഇതൊരു വേറൊരു പേജാണ്, ഈ ടൂളിന്റെ വേറൊരു പേജാണ്. അപ്പൊ ഇവിടെ ലോക്കൽ ഹോസ്റ്റ്, ക്ലൗഡ് പ്ലെയർഡിന്റെ അപ്പുറത്ത് ഓട്ടോ ഡിറ്റക്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ലോക്കൽ എക്സ്പോസ്, ന്യൂ മാക്സിമം 15 മിനിറ്റ്. ഇതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോർട്ട് ഫോർവേഡിംഗ് സർവീസ് ആണ്. അതെന്താന്നുള്ളതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, വലിയ അറിവൊന്നും എനിക്ക് അതിനെ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ ക്ലൗഡ് ഫ്ലെയർഡ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ലോക്കൽ ഹോസ്റ്റ് എന്തോ വർക്ക് ആവുന്നില്ല കേട്ടോ. ഞാനിവിടെ ക്ലൗഡ് ഫ്ലെയർഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് എ കസ്റ്റം പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. നോ എന്ന് നമ്മളിവിടെ അടിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ എൻ ആണ് അടിക്കേണ്ടത്. ഇവിടെ എൻ ആണ് അടിക്കേണ്ടത്. അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് y/n. യെസ് ഓർ നോ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എൻ്റെ ഇവിടെ ലിങ്ക് ജനറേറ്റ് ആയിട്ടില്ല. അത് ക്ലൗഡ് ഫ്ലെയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇൻസ്റ്റാൾ ചെയ്യണം തോന്നുന്നു. എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഗതി ലിങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫേക്ക് ആയിട്ടുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ സംഗതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.